നമസ്കാരം ഗൈസ്, ആർജിയാണ് നമ്മളതിൽ കാരനാട് തറയി ഘോഷയാത്ര വരുന്നോണ്ട് നമുക്ക് ഫ്രണ്ടിൽ പോയി നിൽക്കാം. കാരനാട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഗൈസ്, ജംഗ്ഷൻ ഫുള്ളും ആൾക്കാരാണ്. ഗൈസ്, ഈ നാട്ടിൽ ഇത്രയും ജനങ്ങളുണ്ടെന്ന് ഞാൻ ശരിക്കും ഇന്നത്തെ ദിവസം നമുക്ക് മനസ്സിലാക്കുന്നത്. എന്ത് തിരക്കാണ്, എത്ര ആളുകളാണ് ഈ നാട്ടിലുള്ളത്. എന്റെ പുന്നെല്ലാം അടിപൊളി ഗൈസ്. ഉണ്ണിയൊക്കെ താർന്നു ഗൈസ്, നടന്നു. ഇവിടെ ഒരു കൊച്ചിനെ തലയിൽ വെച്ച് കിരീടം പണിയായിട്ടുണ്ട്. കൊച്ചിന് തലവേദന കൂടി ഒട്ടും വയ്യാത്ത ദിവസം നിഷേബ് കിരീടം അയച്ചുകൂടെ ഹെൽപ്പ് ചെയ്യാണ്. കൊച്ചിന് ശരിക്കും മാനേജ് ഗൈസ്. ഗൈസ് ഇനിയും അങ്ങറ്റം വരെ ഉണ്ട് ഗൈസ്. പക്ഷെ ഇവിടെ അങ്ങറ്റം വരെ പോയിട്ട് അങ്ങറ്റത്തിൽ നിന്ന് കാര് നടന്ന് വളഞ്ഞ വരുന്നത്. ഇത്രയും ആളുകൾ ഈ അമ്പലത്തിനകത്ത് കയറില്ല, അത് ഉറപ്പാണ്. സ്കൂളിലെ ഗ്രൗണ്ടിൽ കയറി വരും. അത്രമാത്രം വലിയ രീതിയിൽ ആണ്. അതിന് മാത്രം വലിയൊരു ഘോഷയാത്രയാണ് ഗൈസ് വരുന്നത് ബാക്കില്. ഗൈസ് അവിടെ നിന്ന് ഇവിടെ പറഞ്ഞാൽ അങ്ങോട്ടേക്ക് ഒരുപാട് ലൈറ്റ്സ് ഉണ്ടായിരുന്നു. ശരിക്കും ഇതിന് മാത്രം ലൈറ്റ്സ്. അവിടെ ഒരു പറമ്പ് റബ്ബറത്തോട് ഫുള്ളൂർ ലൈറ്റ്സ് എത്തിച്ചാണ്. ഇത്ര ലൈറ്റ്സ് എനിക്ക് കൊച്ചിൻ കാർണിവലിലും ഉണ്ടാവും തോന്നുക. അതിനകത്ത് ലൈറ്റ്സ് ലൈറ്റ്സ് എത്തിച്ചേക്കുന്നത്. വലിയൊരു ഉത്സവം തന്നെയാണ് തിരുവനന്തപുരം ജില്ലയിൽ അല്ലേ? വലിയ ഉത്സവം അല്ലടാ. വലിയൊരു ഉത്സവമാണ് ഗൈസ്. ഇവിടെ ഉള്ളിൽ ഞാൻ കണ്ടത് ഏറ്റവും വലിയ ഉത്സവം തന്നെ, അടിപൊളി ഉത്സവം. അപ്പൊ ഗൈസ് നമ്മളിത് യൂട്യൂബ് ലൈവ് വരാണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് വരാൻ വേണ്ടി പോവാണ്. കുറെ ആയിട്ട് ഇൻസ്റ്റാഗ്രാം ലൈവ് വന്നിട്ട് എല്ലാവരും പറയണം. അപ്പൊ ഇന്ന് ലൈവ് വരാന്ന് വെച്ചാൽ ഉത്സവം കാണിച്ചിട്ടാന്ന് വെച്ചാൽ ലൈവ് വരാനുള്ള പ്ലാനാണ് നമ്മൾ അവിടെ നിന്ന് ലൈവ് എടുത്ത് വരാനുള്ള പ്ലാൻ ചെയ്യണം. നോക്കാം ലൈവ് എങ്ങനെ ഉണ്ടാവും, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പറഞ്ഞാൽ നോക്കട്ടെ. മെയിനായിട്ട് നമ്മുടെ പുറത്തുള്ള സബ്സ്ക്രൈബേഴ്സ് ഒക്കെ പറഞ്ഞാൽ ലൈവ് ഇടണം, ഉത്സവം ലൈവ് ഇടണം എന്ന് പറഞ്ഞായിരുന്നു. മെസ്സേജ് കുറെ വന്നു. അപ്പോൾ നമുക്ക് ലൈവ് ഇടാം എന്ന് പ്ലാൻ ചെയ്തിട്ട് ഇടുകയാണ്. അപ്പൊ ഗൈസ് വീഡിയോ കാണുന്ന എല്ലാവരും നമ്മൾ രണ്ടാളെയും ഫോളോ ചെയ്യാൻ മറക്കരുത്. മസ്റ്റായിട്ട് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ശ്രമിക്കാം.